ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, ഒനിയൻ, ഒനിയൻ തന്നെയാണല്ലോ സവാള, സോറി ഗൈസ്. ഒനിയൻ, നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഗാർലിക്ക്, പച്ചമുളക്, പിന്നെ നമ്മുടെ സോസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സോസ് എന്ന് പറയുമ്പം സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. പിന്നെ നമ്മുടെ ചിക്കന് ഞാൻ കുറച്ച് കോൺഫ്ലോറും ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതിൽ കൂടെ കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല, എന്നാൽ ഉള്ളി നന്നായിട്ട് വേവുകയും വേണം. ആ ഒരു ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട്, ഞാനിപ്പോൾ ചെറിയ ഉരുളിയാണ് വെച്ചേക്കണത് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു മണമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അതങ്ങനെ മൂത്ത് വരുന്നേ ഉള്ളൂ, അപ്പോഴേക്കും സവാള ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായി സോട്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ. ഞാനപ്പം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അധികം സോട്ടാവാനും പാടില്ല. ചൈനീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴെപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും. അപ്പം തീ ഒട്ടും കുറക്കാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് അവസാനം വരെ ചെയ്യാം. അപ്പം സോട്ട് ചെയ്ത് ഒന്ന് ആയി വന്നപ്പോഴേക്കും ഞാൻ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോസ് ആഡ് ചെയ്ത ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു ബൗൾ ഫുള്ളായിട്ട് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര അധികം നമുക്ക് അതിൻ്റെ ഒരു ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഓവറാക്കണ്ട, എന്നാൽ കുറച്ച് നമുക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാര ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത ശേഷം മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ കോൺഫ്ലോർ കലക്കി വെച്ചത് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പുറം വന്ന് നോക്കിയാൽ മോളോട് കളിക്കാനുണ്ടായി, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.